ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ 4th ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 5 വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോണേ. അപ്പോൾ നമ്മൾ ഓൾറെഡി പാർട്ട് 1ഉം 2ഉം 3ഉം 4ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക് എന്ന് പറഞ്ഞാൽ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പോൾ എന്താ sp2 ഹൈബ്രിഡൈസേഷൻ നോക്കാം. Trigonal hybridization എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. It is intermixing of one s orbital and 2 p orbital to form 3 hybrid orbitals which are directed to the corners of an equilateral triangle known as sp2 hybridization. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു s ഓർബിറ്റലും 2 p ഓർബിറ്റലും കൂടിയിട്ട് 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ അത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഓരോ കോർണേഴ്സിലേക്കായിട്ട് പോകുമ്പോഴാണ് നമുക്ക് sp2 ഹൈബ്രിഡൈസേഷൻ കിട്ടുക. ഇനി ആദ്യത്തെ എക്സാമ്പിൾ അതിനെ പറ്റിയിട്ടുള്ളത് ഇഥീൻ ആണ്, അല്ലെങ്കിൽ എത്തിലീൻ എന്നൊക്കെ പറയും. C2H4 അല്ലെങ്കിൽ CH2 ഡബിൾ ബോണ്ട് CH2, അതാണ് അതിൻ്റെ ഫോർമുല. ഇനി എങ്ങനെയാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക ഹൈബ്രിഡൈസേഷൻ യൂസ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മുമ്പത്തെ ഈഥീൻ്റെ ഒക്കെ പറഞ്ഞ പോലെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കാർബൺ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വരയ്ക്കുക. അതിനുശേഷം ഡൈവാലൻ്റ് ആണ്, പക്ഷെ നമുക്ക് ടെട്രാവാലൻസിയാണ് കാണിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വര ഉണ്ടായിരുന്നില്ലേ, അത് അതേപോലെ എഴുതുക. ഡയറക്റ്റ് ടു കോർണേഴ്സ് ഓഫ് ടെട്രാഹൈഡ്രൽ അതുവരെ ഫുൾ കംപ്ലീറ്റ്, അതുവരെ ഫുൾ എഴുതുക, അതേപോലെ തന്നെ എഴുതുക. പിന്നത്തെ പാര മാറ്റുക. Here, both the carbon atoms undergo hybridization forming 3 hybrid orbitals directed to the corners of an equilateral triangle. അപ്പോൾ ഇവിടെ 2 കാർബൺ ആറ്റംസ് ഉണ്ട്, അവർ ഹൈബ്രിഡൈസേഷൻ അണ്ടർഗോ ചെയ്ത് 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യണു. അങ്ങനെ ഓരോ ഹൈബ്രിഡ് ഓർബിറ്റൽസും ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലെ ഓരോ കോർണേഴ്സിലേക്കായിട്ട് ഡയറക്റ്റ് ചെയ്യണു. ദി അൺഹൈബ്രിഡൈസ്ഡ് PZ ഓർബിറ്റൽ വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ above plane. അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ട് കിടക്കുന്ന PZ ഓർബിറ്റൽ പ്ലെയിനിൻ്റെ മേലെയായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് കിടക്കും. One of the hybrid orbital on the second carbon atom forming CC sigma bond. ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽ സെക്കൻഡ് കാർബൺ ആറ്റത്തിൻ്റെ അടുത്തുള്ള ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽ CC sigma bond ഉണ്ടാക്കും. The remaining 2 hybrid orbitals on each carbon atom overlap with the 1s orbital of hydrogen atom. ബാക്കിയുള്ള 2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് കാർബൺ ആറ്റത്തിന്മേലുള്ള ബാക്കിയുള്ള 2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ 1s ഓർബിറ്റലായിട്ട് ഓവർലാപ്പ് ചെയ്യും, ഫോമിങ് 4 CH sigma bond. അങ്ങനെ എന്നിട്ട് അത് 4 CH sigma bond ഉണ്ടാകും. The unhybridized p orbital on the first carbon atom overlap laterally with the unhybridized p orbital on the second carbon atom forming CC pi bond. First carbon atomത്തുമേ unhybridized ആയിട്ട് കിടക്കുന്ന p orbital എന്തെന്നാന്ന് വെച്ചാൽ laterally എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാരലൽ ആയിട്ട് സെക്കൻഡ് കാർബൺ ആറ്റത്തിൻ്റെ unhybridized ആയിട്ടുള്ള p ഓർബിറ്റലുമേ ഓവർലാപ്പ് ചെയ്യും. എന്നിട്ട് CC pi bond ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ pi bond എന്താ പറഞ്ഞേ, പാരലൽ ആയിട്ടുള്ള ബോണ്ടാണ് അല്ലേ, ലാറ്ററലി ഓവർലാപ്പ് ചെയ്യണതാണ് pi bond. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഡയഗ്രാം കാണുമ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ ക്ലിയർ ആവും. അപ്പോൾ ഡയഗ്രാം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് sp2 ഹൈബ്രിഡൈസേഷൻ ുള്ള ഇഥീൻ്റെ ഡയഗ്രാം. കണ്ടു, 2 ഹൈബ്രിഡ് ഓർബിറ്റൽസ്, ഇതൊരു കാർബൺ ആറ്റത്തമ്മ, ഇത് വേറെ കാർബൺ ആറ്റത്തമ്മ, രണ്ടും കൂടി ലാറ്ററലി ഓവർലാപ്പ് ചെയ്യണു. അങ്ങനെ നമുക്ക് അവിടെ ഒരു പൈ ബോണ്ട് കിട്ടണു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് CC സിഗ്മ ബോണ്ട് ഫോം ചെയ്യണു. ഇവിടെ ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റൽസ് ആയിട്ട് 4 CH ബോണ്ട് ഉണ്ടാവണം. അപ്പോൾ അതാണ് ഇവിടെ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് പറയുമ്പോൾ C ഡബിൾ ബോണ്ട് C, ഇവിടെ 2H, ഇവിടെ 2H, ആദ്യത്തെ സിഗ്മകൾ. ബാക്കി ഇവിടെ ഡബിൾ ബോണ്ട് ആയ കാരണം ഒരെണ്ണം സിഗ്മ ഒരെണ്ണം പൈ. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര എണ്ണം കിട്ടും? 1 2 3 4 5 സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും നമുക്ക് കിട്ടും. ഇനി അടുത്തത് ഫോർമേഷൻ ഓഫ് BF3. ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ബോറോൺസ്. ഇവിടെ BF3യിൽ ബോറോൺ ആണ് സെൻട്രൽ ആറ്റം, സോ ബോറോൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പറയാം. അപ്പോൾ ബോറോണിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ 1s2 2s2 2px1. അപ്പോൾ ഈ കോൺഫിഗറേഷൻ പ്രകാരം അക്കോർഡിംഗ് ടു ദിസ് കോൺഫിഗറേഷൻ ബോറോൺ ഇസ് മോണോവാലന്റ്. അപ്പോൾ ഈ കോൺഫിഗറേഷൻ പ്രകാരം ബോറോൺ മോണോവാലന്റ് ആണ്, കാരണം ഒരു ഹാഫ് ഫിൽഡ് ഓർബിറ്റലേ ഉള്ളൂ. ബട്ട് ഇൻ BF3 ഇറ്റ് ഇസ് ടെട്രാവാലന്റ്. പക്ഷേ BF3യിൽ ടെട്രാവാലന്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ടെട്രാവാലൻസി കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ 2s ഓർബിറ്റിൽ നിന്നുള്ള ഇലക്ട്രോൺസ് അൺപെയർ ചെയ്യണം. ആൻഡ് 1 is promoted to the vacant 2py orbital. ഓക്കെ, ആദ്യം വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നത് ആരാണോ അയാളിലേക്കാണ് പ്രൊമോട്ട് ചെയ്യുക, അതാണ് ഇവിടെ എഴുതിയത്. ബട്ട് ഇൻ BF3 ഇറ്റ് ഇസ് ട്രൈവാലന്റ്. ടു എക്സിബിറ്റ് ട്രൈവാലൻസി ഇറ്റ് ഇസ് അസ്യൂം ദാറ്റ് the 2s ഇലക്ട്രോൺ അൺപെയർ and 1 is promoted to the vacant 2py orbital. അപ്പോൾ അങ്ങനെ എക്സൈറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. 1s2 2s1. നമ്മൾ നേരത്തെയുള്ള 2s ഓർബിറ്റലിൽ നിന്നുള്ള ഇലക്ട്രോൺ ഒരെണ്ണം എക്സൈറ്റഡ് ആയിട്ട് ഇവിടെ പോയി, അങ്ങനെയാണ് നമുക്ക് 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് കിട്ടിയത്. നൗ ഇറ്റ് കണ്ടെയ്ൻ 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ആൻഡ് ഇറ്റ് ക്യാൻ ഹാവ് ഓർ ഷോ ട്രൈവാലൻസി. അപ്പോൾ അങ്ങനെ അതിന് ട്രൈവാലൻസി ഇപ്പോൾ കാണിക്കാൻ പറ്റും, 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഉള്ള കാരണം. ഹിയർ 1s and 2p orbitals undergo sp2 hybridization forming 3 hybrid orbitals direct to the corners of an equilateral triangle. These 3 hybrid orbitals overlap with the p orbitals of the fluorine atom forming BF3. അപ്പം ഇവിടെ 1s ഓർബിറ്റലും 2p ഓർബിറ്റലും കൂടി 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അവർ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഓരോ കോർണേഴ്സിലേക്കും ഡയറക്റ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ അവർക്ക് sp2 ഹൈബ്രിഡൈസേഷൻ കിട്ടണം. അപ്പം ഈ 3 ഹൈബ്രിഡ് ഓർബിറ്റൽസും കൂടി ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ p ഓർബിറ്റലായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ടാണ് നമുക്ക് BF3 കിട്ടുന്നത്. സ്ട്രക്ചർ എന്താ നോക്കാം. ഇതാണ് അവരുടെ സ്ട്രക്ചർ. കണ്ടു, ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ ഓരോ p ഓർബിറ്റലായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ടാണ് നമുക്ക് BF3 കിട്ടുന്നത്. സ്ട്രക്ചർ വരയ്ക്കാൻ മറക്കരുത്
അടുത്തത് കേട്ടോ. ഇനി അടുത്തത് sp hybridization. അതിനെ ലീനിയർ ഹൈബ്രിഡൈസേഷൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇറ്റ് ഈസ് ഇന്റർമിക്സിംഗ് ഓഫ് 1 s orbital and 1 p orbital to form 2 hybrid orbitals which are directed at an angle of 180 degree forming a linear structure known as sp hybridization. അപ്പോൾ ഒരു s ഓർബിറ്റലും ഒരു p ഓർബിറ്റലും കൂടിയിട്ടാണ് രണ്ട് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാക്കുന്നത്. ആ രണ്ട് ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്തുണ്ടാവും? 180 ഡിഗ്രി ആംഗിളിലാണ് നിൽക്കുക, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നിൽക്കുക, ഫോമിങ് എ ലീനിയർ സ്ട്രക്ചർ അല്ലേ. 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്നിട്ട് ലീനിയർ സ്ട്രക്ചർ അല്ലേ ഫോം ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് അവർക്ക് sp ഹൈബ്രിഡൈസേഷൻ കിട്ടുന്നത്. അതുവഴി ഉണ്ടാവുന്നതാണ് ഇഥൈൻ അല്ലെങ്കിൽ അസെറ്റിലീൻ എന്നൊക്കെ പറയുന്നത് C2H2 CH ട്രിപ്പിൾ ബോണ്ട് CH എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കാർബണേഴ്സ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങി ഡയറക്റ്റ് ടു കോർണേഴ്സ് ഓഫ് ടെട്രാഹൈഡ്രൽ ആ പാരഫസ്റ്റ് ചെയ്ത അതിനുശേഷം ബോത്ത് കാർബൺ ആറ്റംസ് ഇൻ ഇഥൈൻ അണ്ടർഗോ sp ഹൈബ്രിഡൈസേഷൻ. ഇഥൈനിലുള്ള രണ്ട് കാർബൺ ആറ്റം sp ഹൈബ്രിഡൈസേഷൻ അണ്ടർഗോ ചെയ്യുന്നവരാണ്. സോ 2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ ഫോംഡ് അറേഞ്ച്ഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 180 ഡിഗ്രി ഗിവിംഗ് എ ലീനിയർ സ്ട്രക്ചർ. അപ്പോൾ 180 ഡിഗ്രിയിലാണ് രണ്ട് ഹൈബ്രിഡ് ഓർബിറ്റൽസ് നിൽക്കണേ. അപ്പോൾ അവർക്ക് അങ്ങനെ ലീനിയർ സ്ട്രക്ചർ കിട്ടുന്നു. ദാൻ ഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽ, അതായത് py യും pz ഉം ആ പെർപെൻഡിക്കുലർ ടു ഈച്ച് ദാൻ ഓൾസോ ടു ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. അപ്പോൾ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ട് കിടക്കുന്നത് py യും pz ആണ് അല്ലേ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പെർപെൻഡിക്കുലർ ആണ്. പിന്നെ ആ ഹൈബ്രിഡൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഓർബിറ്റലിനും പെർപെൻഡിക്കുലർ ആണ്. ഫിഗർ കാണിച്ചാൽ അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, വൺ ഓഫ് ദി ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഓൺ ദ ഫസ്റ്റ് കാർബൺ ആറ്റം ഓവർലാപ്പ് വിത്ത് സിമിലർ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഓൺ ദ സെക്കൻഡ് കാർബൺ ആറ്റം ഫോമിംഗ് C സിഗ്മ ബോണ്ട്. അപ്പോൾ ഫസ്റ്റ് കാർബൺ ആറ്റത്തിലുള്ള ഹൈബ്രിഡ് ഓർബിറ്റൽ അതുപോലെയുള്ള സെക്കൻഡ് കാർബൺ ആറ്റത്തിനുള്ള ഹൈബ്രിഡ് ഓർബിറ്റലായിട്ട് C സിഗ്മ ബോണ്ട് ഉണ്ടാക്കണം. ദ റിമൈനിങ് വൺ ഹൈബ്രിഡ് ഓർബിറ്റൽ ഓൺ ബോത്ത് കാർബൺ ആറ്റം ഓവർലാപ്പ് വിത്ത് 1s ഓർബിറ്റൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഫോമിംഗ് 2CH സിഗ്മ ബോണ്ട്. ബാക്കി വരുന്ന ഒരു ഓർബിറ്റൽ രണ്ട് കാർബൺ ആറ്റത്തിലുള്ള ഓരോ ഹൈബ്രിഡ് ഓർബിറ്റലും ഹൈഡ്രജന്റെ 1s ഓർബിറ്റലായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ടാണ് നമുക്ക് രണ്ട് CH സിഗ്മ ബോണ്ട് ഉണ്ടാക്കുന്നത്. ദ അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽ ഓൺ ദ ഫസ്റ്റ് കാർബൺ ആറ്റം ഓവർലാപ്പ് ലാറ്ററലി വിത്ത് അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽ ഓൺ ദ സെക്കൻഡ് കാർബൺ ആറ്റം ഫോമിംഗ് 2C പൈ ബോണ്ട്. അപ്പോൾ ഫസ്റ്റ് കാർബൺ ആറ്റത്തുമ്മ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ട് കിടക്കുന്ന p ഓർബിറ്റലും സെക്കൻഡ് കാർബൺ ആറ്റത്തുമ്മ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ട് കിടക്കുന്ന p ഓർബിറ്റലും കൂടി ഓവർലാപ്പ് ചെയ്തിട്ടാണ് നമുക്ക് C പൈ ബോണ്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, രണ്ടെണ്ണം ലാറ്ററലി ഓവർലാപ്പ് ചെയ്ത് രണ്ട് പൈ ബോണ്ട് തരുന്നു. കണ്ടു, ഇതാണ് അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ട് കിടക്കുന്നത്, ഇത് വേറെ അൺഹൈബ്രിഡൈസ്ഡ്. ഇവിടെ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ട് കിടക്കുന്നത്, ഇത് വേറെ ഹൈബ്രിഡൈസ്ഡ്. അപ്പോൾ രണ്ടും കൂടി ഓവർലാപ്പ് ചെയ്ത് നമുക്ക് രണ്ട് പൈ ബോണ്ട് തരുന്നു. പിന്നെ ഒരെണ്ണം 1s ഓർബിറ്റലായിട്ട് ഒരെണ്ണം 1s ഓർബിറ്റലായിട്ടും ഓവർലാപ്പ് ചെയ്തിട്ട് ഓരോരോ സിഗ്മ ബോണ്ട് തരുന്നു. ഇവിടെ ഇവർ തമ്മിൽ കാർബൺസ് തമ്മിൽ സിഗ്മ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ടോട്ടലി 3 സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ടാണ് sp ഹൈബ്രിഡൈസേഷനിലുള്ള ഇഥൈനിന് ഉള്ളത്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിളാണ് BeCl2. അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് നോക്കാം. സോ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ബെറിലിയം ഇസ് 1s2 2s2 2p0. ലൈക്ക് 2p0 ഇല്ല, സോ 1s2 2s2 വരെ ഉള്ളൂ. അപ്പോൾ 2p ഓർബിറ്റിൽ പക്ഷേ നമ്മൾ വരച്ച് വെക്കണം, ഇല്ലെങ്കിൽ കൂടിയും. കാരണം നമുക്കറിയാം 0 അല്ല അതിൻ്റെ വാലൻസിയിൽ ഉള്ളത്. നമ്മൾക്കറിയാം BeCl2ൽ അത് ഡൈവാലൻസിയാണ് കാണിക്കുക. സോ അതിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു ബോധം നമുക്ക് ആദ്യമേ എഴുതുമ്പോൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ 2p ഓർബിറ്റിൽ എന്തായാലും വരച്ചിടുക, അതിലൊന്നും ഇല്ലെങ്കിൽ കൂടി. നൗ ദർ ആർ നോ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് അല്ലേ. ഒരു ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഇല്ല, എല്ലാം ഫുള്ളി ഫിൽഡ് ആണ്. സോ ഇൻ ഓർഡർ ടു എക്സിബിറ്റ് ഡൈവാലൻസി ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് 2s ഇലക്ട്രോൺ ആൺ പെയർ ആൻഡ് 1 is promoted to the vacant 2p is x ഓർബിറ്റൽ. അപ്പോൾ ഇവിടെ നിന്ന് ഇലക്ട്രോൺ അൺപെയർ ചെയ്തിട്ട് ഇങ്ങോട്ട് ചാടിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് കിട്ടും അല്ലേ. 1s2 2s1 2px1 കിട്ടും. sp ഹൈബ്രിഡൈസേഷൻ ആയില്ലേ. These two half-filled orbitals undergo sp hybridization. ഈ രണ്ട് half-filled ആയിട്ടുള്ള orbitals sp hybridization undergo ചെയ്യും. The two hybrid orbitals are formed. Two hybrid orbitals are formed arranged at an angle of 180 degree. അപ്പോൾ രണ്ട് hybrid orbitals ഉണ്ടാവും, അവർ 180 ഡിഗ്രിയിലാണ് നിൽക്കുക. കണ്ടു, 180 ഡിഗ്രിയിലാണ് നിൽക്കുക. These two hybrid orbitals overlap with the p orbital of the 2 chlorine atom forming BeCl2. അങ്ങനെ ഓരോ Clൻ്റെയും p orbitals ആയിട്ട് ഓവർലാപ്പ് ചെയ്ത് നമുക്ക് ഇങ്ങനെ BeCl2 തരും. മനസ്സിലായെന്ന് വിചാരിക്കണോ? ഇനി നമുക്ക് ഹൈബ്രിഡൈസേഷൻ ഇൻവോൾവിങ് ഡി ഓർബിറ്റൽസ് നോക്കാം. അതിൽ ആദ്യത്തെ ഇതിപ്പോൾ നമ്മൾ ഡി ഓർബിറ്റൽസും കൂടി ഇൻവോൾവ് ആവുന്ന ഹൈബ്രിഡൈസേഷൻസ് ആണ് നോക്കാൻ പോണേ. അതിൽ ആദ്യത്തെ sp3d ഹൈബ്രിഡൈസേഷൻ ആണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ sp3d2 നോക്കും. അത്ര വരെയുള്ളൂ നമുക്ക് പഠിക്കാൻ. സോ sp3d ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ നമുക്ക് ചിലപ്പോൾ sp3 ഹൈബ്രിഡൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് വരാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇന്റർമിക്സിംഗ് ഓഫ് 1s ഓർബിറ്റൽ 3p ഓർബിറ്റൽ ആൻഡ് 1d ഓർബിറ്റൽ to form 5 hybrid orbitals of equivalent energy and identical shape. This is known as sp3d hybridization. ഏതാത്തത് എല്ലാം ഒരേ ടൈപ്പ് ആയ കാരണമാണ്. എത്ര s ഉണ്ട്, എത്ര p ഉണ്ട്, എത്ര d ഉണ്ട് എന്നൊക്കെ എഴുതി ഈക്വലന്റ് എനർജി ഐഡന്റിക്കൽ ഷേപ്പുള്ള ഹൈബ്രിഡൈസേഷൻ ആണ് ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. അതാണ് ഞാൻ ഇവിടെ ഷോർട്ടാക്കിയിട്ട് എഴുതിയിരുന്നത് കേട്ടോ. സോ ആദ്യത്തെ എക്സാമ്പിൾ PCl5 വെരി ഇമ്പോർട്ടൻറ്റ്. മാർച്ച് 2017 ഓഗസ്റ്റ് 2014 മാർച്ച് 2012 സെപ്റ്റംബർ 2011 ചോദിച്ചിട്ടുണ്ട്. സോ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ആസ് യൂഷ്വൽ phosphorus ആണ് central atom. So the ground state electronic configuration of phosphorus is ഇതെന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. 3s2 3px1 3py1 3pz1.
According to this configuration, phosphorus is trivalent. ഈ കോൺഫിഗറേഷൻ പ്രകാരം 3 ഹാഫ് വേൾഡ് ഓർബിറ്റൽസ് ആണുള്ളത്. അപ്പോൾ ട്രൈവാലൻസി ആണ് കാണിക്കേണ്ടത്. ബട്ട് വി നോ ദാറ്റ് ഇൻ PCl5 ഇറ്റ് ഇസ് പെൻറ്റാവാലന്റ്. 5 വാലൻസി അല്ല കാണിക്കേണ്ടത്. സോ ടു എക്സിബിറ്റ് പെൻറ്റാവാലൻസി the 2 electron in the 3s orbital unpair and one is promoted to the vacant 3d orbital. അപ്പോൾ പെൻറ്റാവാലൻസി കാണിക്കാൻ വേണ്ടിയിട്ട് ആ 3s ഓർബിറ്റലിലുള്ള 2 ഇലക്ട്രോൺ അൺപെയർ ചെയ്ത് ഓരോന്നിനെയും വേക്കൻ്റ് ആയിട്ടുള്ള d ഓർബിറ്റലിലേക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ എന്തായി? അങ്ങനെ എക്സൈറ്റേഷൻ നടന്നതിന് ശേഷം 3s1 3px1 3py1 3pz1 3dx1. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? sp3d എന്ന് കിട്ടി. Here 1 s orbital and 3p orbital and 1 d orbital undergo sp3d hybridization. 2 hybrids formed are arranged to the trigonal bipyramidal structure. അപ്പോൾ നമുക്ക് 2 ഹൈബ്രിഡ്സിനെയും trigonal bipyramidal structureലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്യും. These 5 hybrid orbitals overlap with the p orbital forming PCl5. അപ്പോൾ CLന്റെ ഓരോ p ഓർബിറ്റലായിട്ട് നമ്മൾ ഓവർലാപ്പ് ചെയ്യിപ്പിച്ച് നമുക്ക് ഇങ്ങനത്തെ ഒരു ഫിഗർ കിട്ടും. ഓക്കെ, ഇത് വരയ്ക്കാൻ മറക്കരുതെന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഇത് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് ഇത് വരയ്ക്കണം കേട്ടോ. ഇനി അടുത്തത് sp3d2. അപ്പോൾ ഇതിൻ്റെയും ചോദിക്കാം, എക്സ്പ്ലെയിൻ ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് sp3d2 എന്ന്. അപ്പോൾ ഇതിലും പറയാം ഇന്റർമിക്സിംഗ് ഓഫ് 1s ഓർബിറ്റൽ 3p ഓർബിറ്റൽ ആൻഡ് 2d ഓർബിറ്റൽ ടു ഫോം 6 hybrid orbitals of equivalent energy and identical shape. This is known as sp3d2 hybridization. അതിൽ ആദ്യത്തെ എക്സാമ്പിൾ ആണ് SF6. So the ground state electronic configuration of sulfur, which is the central atom, is 3s2 3px2 3py1 and 3pz1. So according to this configuration, sulfur is divalent. അല്ലേ, ഈ കോൺഫിഗറേഷൻ അനുസരിച്ച് 2 ഹാഫ് ഫീൽഡ് ഓർബിറ്റൽസേ ഉള്ളൂ. അപ്പോൾ ഡൈവാലൻസിയാണ് കാണിക്കുക. ബട്ട് വി നോ ദാറ്റ് SF6 സൾഫർ ഹെക്സാവാലന്റ് ആണ്. സോ ടു എക്സിബിറ്റ് ഹെക്സാവാലൻസി ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺസിനെ പ്രൊമോട്ട് ചെയ്യണം. The 2 electron in the 3s and 3px orbital unpair and is promoted to the 2 of the vacant 3d orbitals. അപ്പോൾ അങ്ങനെ നമ്മൾ 3sലും 3pxലും ഉണ്ടായിരുന്ന 2 ഇലക്ട്രോൺസിനെ അൺപെയർ ചെയ്ത് വേക്കൻറ്റ് d ഓർബിറ്റൽസിലേക്ക് ചടിച്ചു. അപ്പോൾ കിട്ടിയതാണ് ഇങ്ങനത്തെ ഒരു കോൺഫിഗറേഷൻ. സൾഫർ undergo sp3d2 hybridization അല്ലേ. s ഒരെണ്ണം, p 3 ഡിയിൽ 2. They overlap with the p orbital of 6 fluorine atom forming SF6. അങ്ങനെ അവർ ഓരോ ഫ്ലൂറിൻ്റെയും ഓരോ p ഓർബിറ്റലായിട്ട് ഓവർലാപ്പ് ചെയ്ത് നമുക്ക് SF6 തരണം. ഇതാണ് സ്ട്രക്ചർ, തെറ്റിക്കരുത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ടോപ്പിക്ക് റെസനൻസ് ആണ്. ഇൻ ദ ലൂയിസ് സ്ട്രക്ചർ ഓഫ് ഓസോൺ വി ക്യാൻ ഡ്രോ ഇറ്റ് ബൈ 2 സ്ട്രക്ചേഴ്സ്. അപ്പോൾ ലൂയിസ് സ്ട്രക്ചർ പ്രകാരം നമുക്ക് ഓസോണെ 2 രീതിയിൽ വരയ്ക്കാം. ഒന്നിതാണ്, അതായത് ഡബിൾ ബോണ്ട് ഇവിടെയും സിംഗിൾ ബോണ്ട് ഇവിടെ ആകുമ്പോൾ പ്ലസും മൈനസും വരണം, അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട് ഇവിടെയും ഡബിൾ ബോണ്ട് അവിടെ ആകുമ്പോൾ പ്ലസും മൈനസും വരണം. ഓക്കെ, so according to the above structures there is one double bond and one single bond in the molecule. അപ്പോൾ ഈ സ്ട്രക്ചേഴ്സ് പ്രകാരം എന്തായാലും ഒരു ഡബിൾ ബോണ്ടും സിംഗിൾ ബോണ്ടും ഉണ്ട്. സോ വി ഷുഡ് ഗെറ്റ് 2 types ഓഫ് ബോണ്ട് ലെങ്ത്സ് ഇൻ ഓസോൺ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഓസോണിൽ 2 ടൈപ്പ് ബോണ്ട് ലെങ്ത് വേണം. ബട്ട് എക്സ്പെരിമെൻറ്റ്സ് ഷോ ദാറ്റ് ബോത്ത് ദ ലെങ്ത്സ് ഇൻ ഓസോൺ ആർ സെയിം. പക്ഷേ എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ട് നമുക്ക് മനസ്സിലായി എന്ത്? ബോണ്ട് ലെങ്ത്ത് ഓസോണിൻ്റെ 2 ബോണ്ട് ലെങ്ത്തും സെയിം ആണെന്ന് മനസ്സിലായി. ആൻഡ് ദ വാല്യൂ ഇസ് ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ ദാറ്റ് ഓഫ് ഡബിൾ ബോണ്ട് ആൻഡ് സിംഗിൾ ബോണ്ട്. ആ വാല്യൂ എന്ന് പറയുന്നത് ഡബിൾ ബോണ്ടിൻ്റെ സിംഗിൾ ബോണ്ടിൻ്റെയും ഇടയിലാണ്. Hence, it is assumed that O3 is the resonance hybrid of above 2 structures. അങ്ങനെ നമുക്ക് കിട്ടി ഓസോൺ എന്ന് പറയുന്നത് മുകളിൽ നമ്മൾ വരച്ചിരിക്കുന്ന 2 സ്ട്രക്ചേഴ്സിൻ്റെയും റെസനൻസ് ഹൈബ്രിഡ് ആണെന്ന് മനസ്സിലായി. ഹെൻസ് ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ഇങ്ങനെ. അതുകൊണ്ട് നമുക്ക് ഓസോൺ എങ്ങനെ കാണിക്കാം? ഡബിൾ ബോണ്ട് ഇവിടെയും സിംഗിൾ ബോണ്ട് ഇവിടെയായിട്ടും പിന്നെ സിംഗിൾ ബോണ്ട് ഇവിടെയും ഡബിൾ ബോണ്ട് ഇവിടെയായിട്ട് ഈക്വൽ ടു ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിക്കാം. ഓക്കെ, അപ്പോൾ റെസനൻസ് സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞിട്ട് കുറേ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഡ്രോ ദ ലൂയിസ് സ്ട്രക്ചർ ഫോർ ദ റെസനൻസ് ഓഫ് ഓസോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. സോ അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഇങ്ങനെ വരയ്ക്കാൻ പഠിക്കണം. നൗ വാട്ട് ഇസ് റെസനൻസ് അല്ലേ? കുറേ നേരമായി റെസനൻസിനെ പറ്റിയിട്ട് പറയുന്നത്. പക്ഷേ എന്താണ് റെസനൻസ് നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. റെസനൻസ് ഇസ് ഡിഫൈൻഡ് ആസ് when a molecule cannot be represented by a single structure but its characteristic properties can be explained by 2 or more different structures, the actual molecule is a resonance hybrid of these contributing structures known as canonical form. അതായത് ഒരു മോളിക്യൂളിനെ ഒരൊറ്റ സ്ട്രക്ചർ കൊണ്ട് മാത്രം റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളിലാണ് ഇത് വരിക. അപ്പോൾ ഒരൊറ്റ മോളിക്യൂളിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന 2 അതിൽ കൂടുതലോ സ്ട്രക്ചേഴ്സിലൂടെ നമുക്ക് ആ മോളിക്യൂളിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ആക്ച്വൽ മോളിക്യൂൾ എന്ന് പറയുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന ആ സ്ട്രക്ചേഴ്സിൻ്റെ റെസനൻസ് ഹൈബ്രിഡ് ആണെന്നാണ് പറയുക. ഓക്കെ, ഇതിനെ കനോണിക്കൽ ഫോം എന്നും പറയൂല. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബെൻസീൻ കണ്ടു. ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട്. അല്ലെങ്കിൽ നമുക്ക് മറ്റോണാക്കാം, വേറെ രീതിയിലാക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ഒരു സർക്കിൾ, അത് നിങ്ങൾ പഠിക്കും. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് നമ്മളിവിടെ ഈ ഭാഗത്ത് നിന്ന് ഡിസ്കസ് ചെയ്യണമെന്നുള്ളൂ. ഇനി അടുത്തത് കോൺസിക്വൻസസ് ഓഫ് റെസനൻസ്. ഫസ്റ്റത്തെ റെസനൻസ് സ്റ്റെബിലൈസസ് എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് റെസനൻസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. ദ എനർജി ഓഫ് ദി ആക്ച്വൽ മോളിക്യൂൾ വിൽ ബി ലെസ്സർ ദാൻ ദ എനർജി ഓഫ് എനി ഓഫ് ദി കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ ആക്ച്വൽ മോളിക്യൂളിൻ്റെ എനർജിയെക്കാട്ടും കുറവായിരിക്കും എന്ത്? കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ട്രക്ചേഴ്സിൻ്റെ
എനർജി എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു സെൻറ്റൻസ് വേറൊരു രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആറ്റംസ് കൂടി കമ്പൈൻ ചെയ്ത് മോളിക്യൂൾ ആകുമ്പോൾ ആറ്റംസിൻ്റെ എനർജി മോളിക്യൂളിനെക്കാട്ടും കൂടുതലായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇല്ലേ. അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ് ഇവിടെയും വരുന്നത്. ആക്ച്വൽ മോളിക്യൂളിൻ്റെ എനർജി എന്ന് പറയുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ട്രക്ചേഴ്സിൻ്റെ എനർജിയെക്കാട്ടും കുറവായിരിക്കും. സോ ദ ഡിഫറൻസ് ഇൻ എനർജി ബിറ്റ്വീൻ ദ ആക്ച്വൽ മോളിക്യൂൾ ആൻഡ് ദ മോസ്റ്റ് സ്റ്റേബിൾ കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സ് നോൺ ആസ് റെസൊണൻസ് എനർജി. അതായത് ആക്ച്വൽ മോളിക്യൂളിൻ്റെ എനർജിയും മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ട്രക്ചറിൻ്റെ എനർജിയിൽ വരുന്ന ഡിഫറൻസ് ആണ് റെസൊണൻസ് എനർജി എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് റെഡിങ് കൊണ്ട് എഴുതിയത് കേട്ടോ. ഇനി അടുത്ത കോൺസിക്വൻസ് എന്താണെന്ന് നോക്കാം. രണ്ടാമത്തത്, റെസൊണൻസ് ആവറേജസ് ദ ബോണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ എ മോളിക്യൂൾ. അതായത് ഒരു മോളിക്യൂളിൽ ബോണ്ടിൻ്റേതായിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവില്ല, അതായത് ബോണ്ട് ലെങ്ത്തും കാര്യങ്ങളൊക്കെ, അതിൻ്റെ ആവറേജ് ആണ് റെസൊണൻസ് എന്ന് പറയുന്നത്. ഹെൻസ് ബോണ്ട് ലെങ്ത്സ് ഇൻ ഓസോൺ ആർ ദി ആവറേജ് ഓഫ് സിംഗിൾ ബോണ്ട് ലെങ്ത് ആൻഡ് ഡബിൾ ബോണ്ട് ലെങ്ത്. അപ്പോൾ ഓസോണിലുള്ള ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് സിംഗിൾ ബോണ്ട് ലെങ്ത്തിൻ്റെയും ഡബിൾ ബോണ്ട് ലെങ്ത്തിൻ്റെയും ആവറേജ് ആണ്. ഇനി അടുത്ത ടോപ്പിക് ഹൈഡ്രജൻ ബോണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. When hydrogen atom is attached to an electronegative atom acquires a partial negative charge and the hydrogen atom acquires a partial positive charge. Hence the molecule is polar. അപ്പോൾ ഹൈഡ്രജൻ ആറ്റം ഒരു ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റം ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിന് പാർഷ്യൽ നെഗറ്റീവ് ചാർജ് കിട്ടും, ഹൈഡ്രജൻ ആറ്റത്തിന് പാർഷ്യൽ പോസിറ്റീവ് ചാർജ് കിട്ടും. അപ്പോഴാണ് നമ്മളൊരു മോളിക്യൂൾ പോളാർ മോളിക്യൂൾ ആണെന്ന് പറയുക. അത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഭാഗത്ത്. So in such a polar molecule, a weak force of attraction develop between hydrogen atom and electronegative atom of another molecule. This weak force of attraction is known as hydrogen bond. അപ്പോൾ ഒരു weak force of attraction ഈ ഹൈഡ്രജൻ ആറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആറ്റവും തമ്മിലുണ്ട്. ഓക്കെ, ആ വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുക, HF പോലെ. അപ്പോൾ ഈ ഹൈഡ്രജൻ ബോണ്ട് എന്താണെന്ന് ചോദിച്ചിട്ട് ഫെബ്രുവരി 2008 സെപ്റ്റംബർ 2011 ചോദിച്ചിട്ടുണ്ട്. സോ ഹൈഡ്രജൻ ബോണ്ട് ആ ഡെഫിനേഷൻ പഠിക്കണം, ഒപ്പം ഒരു എക്സാമ്പിളും പഠിക്കണം. എങ്ങനെയാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് അറിയണം. HF ഹൈഡ്രജൻ ബോണ്ട് വഴി HF ഹൈഡ്രജൻ. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് കണ്ടീഷൻസ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 കണ്ടീഷൻസ് ആണുള്ളത്. ഏതാണ് ആദ്യത്തെ കണ്ടീഷൻ നോക്കാം. ഹൈഡ്രജൻ ആറ്റം ഷുഡ് ബി അറ്റാച്ച്ഡ് ടു ആൻ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം. ഹൈഡ്രജൻ ആറ്റം ഇലക്ട്രോനെഗറ്റീവ് ആറ്റമായിട്ട് അട്രാച്ച് ചെയ്തിരിക്കണം. രണ്ടാമത്തത് സൈസ് ഓഫ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഷുഡ് ബി സ്മോൾ. ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിൻ്റെ സൈസ് ചെറുതായിരിക്കണം. മൂന്നാമത്തത് ഓൾദോ നൈട്രജൻ ആൻഡ് ക്ലോറിൻ ഹാവ് സെയിം ഇലക്ട്രോനെഗറ്റിവിറ്റി, NH3 എക്സിബിറ്റ് ഹൈഡ്രജൻ ബോണ്ടിങ് വൈൽ HCl ഡസ് നോട്ട് എക്സിബിറ്റ് ഹൈഡ്രജൻ ബോണ്ടിങ് ബിക്കോസ് ഓഫ് ഗ്രേറ്റർ സൈസ് ഓഫ് ക്ലോറിൻ ആറ്റം. അപ്പോൾ നൈട്രജനിലും ക്ലോറിനിലും രണ്ടുപേർക്കും സെയിം ഇലക്ട്രോനെഗറ്റിവിറ്റിയാണ്. പക്ഷേ നൈട്രജൻ വെച്ച് ഉണ്ടാക്കുന്ന NH3 നോക്കുമ്പോൾ അവർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട് അവരിൽ. പക്ഷേ ക്ലോറിൻ വെച്ച് ഉണ്ടാക്കുന്ന HCl നോക്കുമ്പോൾ അവരിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ല. കാരണം എന്താ വെച്ചാൽ ക്ലോറിൻ ഹൈഡ്രജനേക്കാട്ടും ഗ്രേറ്റർ സൈസാണ് അല്ലേ. സൈസ് ഹൈഡ്രജനെ കമ്പയർ ചെയ്ത് ക്ലോറിനാണ് ഗ്രേറ്റർ. അതുകൊണ്ടാണ് HCl ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കാത്തതും NH3 കാണിക്കുന്നതും. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ് വ്യത്യസ്ത ടൈപ്പുകളിലുണ്ട്, ഇന്റർമോളിക്കുലാറും ഇൻട്രാമോളിക്കുലാറും. അപ്പോൾ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്താണെന്ന് നോക്കാം. ഹൈഡ്രജൻ ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ ഹൈഡ്രജൻ ആറ്റം ഓഫ് വൺ മോളിക്യൂൾ ആൻഡ് ദി ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഓഫ് അനദർ മോളിക്യൂൾ ഓഫ് ദ സെയിം ഓർ ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ്. അതായത് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിൻ്റെ ഹൈഡ്രജൻ ആറ്റവും മറ്റേ മോളിക്യൂളിൻ്റെ ഇലക്ട്രോനെഗറ്റീവ് ആറ്റവും കൂടിയിട്ട് അത് സെയിം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് എന്നാവാം കൂടി ഉണ്ടാവുന്ന അത്തരത്തിലൊരു ഹൈഡ്രജൻ ബോണ്ടാണ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. ഓക്കെ, ഒരു മോളിക്യൂളിൻ്റെ ഹൈഡ്രജൻ ആറ്റവും മറ്റേ മോളിക്യൂളിൻ്റെ ഇലക്ട്രോനെഗറ്റീവ് ആറ്റവും സെയിം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ആവാം. അപ്പോൾ അതുകൂടി ഉണ്ടാവുന്ന ഹൈഡ്രജൻ ബോണ്ടാണ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ HF, H2O, CH2OH, എഥനോളൊക്കെ പോലത്തുള്ള. Intramolecular hydrogen bonding. Intramolecular hydrogen bonding എന്ന് പറഞ്ഞാൽ it is formed between the hydrogen atom and electronegative atom present in the same compound. അതായത് ഒരേ കമ്പൗണ്ടിൽ തന്നെ ഹൈഡ്രജൻ ആറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആറ്റവും വരുമ്പോഴാണ് intramolecular hydrogen bonding ഉണ്ടാവുന്നത്. To exhibit intramolecular hydrogen bonding, the organic compound should contain 2 different functional group. അപ്പോൾ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഓർഗാനിക് കമ്പൗണ്ടിന് 2 ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വേണം. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഫെമിലിയർ ആവില്ലായിരിക്കാം, അത് നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ പഠിക്കുമ്പോൾ മനസ്സിലാക്കും. ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, 2 ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർത്തോ നൈട്രോഫിനാളാണ് ഒരു എക്സാമ്പിൾ. ഇത് വരയ്ക്കാൻ പഠിക്കണം കേട്ടോ, ചോദിക്കാറുണ്ട്. റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്, അല്ലെങ്കിൽ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്താണ് ഒരു എക്സാമ്പിൾ തരുമെന്ന് പറഞ്ഞാൽ ഇത് വരയ്ക്കാൻ അറിയണം. സോ ഓർത്തോ നൈട്രോഫിനോളാണിത്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യനും വരുന്നുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കണ്ടു ഒരു OH ഗ്രൂപ്പ്, അതായത് ഫീനോളും നൈട്രോ ഗ്രൂപ്പുമാണ് വന്നേണേ, OHും NO2 ഗ്രൂപ്പാണ് വന്നേണേ. അപ്പോൾ 2 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് വന്നു, ഒരേ മോളിക്യൂളിലാണ് ഒരേ കമ്പൗണ്ടിലാണ് നടക്കുന്നത്. ഒരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഉണ്ട്, ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പോൾ ഇതാണ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇനി അടുത്തത് കോൺസിക്വൻസസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഫസ്റ്റത്തെ
ദേ എഫക്ട് ദ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് എ കമ്പൗണ്ട്. ഒരു കമ്പൗണ്ടിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റിനെ ആ ഹൈഡ്രജൻ ബോണ്ടിങ് എഫക്ട് ചെയ്യും. വാട്ടർ ഇസ് എ ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ്. വെള്ളം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ള കാരണം റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡാണ്. പക്ഷേ H2S, H2SE, H2TE ഒക്കെ ഗ്യാസസ് ആണ് റൂം ടെമ്പറേച്ചറിൽ. ഓക്കെ, രണ്ടാമത്തെ ബോയിലിംഗ് പോയിന്റ് ആൻഡ് മെൽറ്റിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും. കമ്പൗണ്ട്സ് ഹാവിംഗ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എക്സിബിറ്റ് ഹൈ ബോയിലിംഗ് പോയിന്റ്. അതായത് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ള ആൾക്കാർക്ക് ഹൈ ബോയിലിംഗ് പോയിന്റ് ആണ് ഉണ്ടാവുക. വാട്ടർ, HF ഒക്കെ പോലെ. ഓക്കെ, ഇനി അടുത്തത് സോളിബിലിറ്റി. കമ്പൗണ്ട്സ് ദാറ്റ് ക്യാൻ ഫോം ഹൈഡ്രജൻ ബോണ്ട് വിത്ത് വാട്ടർ ആർ സോളിബിൾ ഇൻ വാട്ടർ. അതായത് വെള്ളത്തിൻ്റെ ഒപ്പം ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കമ്പൗണ്ട്സ് എല്ലാം വെള്ളത്തിൽ സോളിബിൾ ആണ്. എഥനോൾ ഇസ് സോളിബിൾ ഇൻ വാട്ടർ ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ എഥനോളിന് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടാണ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് അതിനുള്ളതുകൊണ്ട് അത് വെള്ളത്തിൽ സോളിബിൾ ആണ്. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത തിയറി. നമ്മൾ പറഞ്ഞു വാലൻസ് ബോണ്ട് തിയറിക്ക് ശേഷം അടുത്ത തിയറിയാണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി. മോളിക്കുലർ ഓർബിറ്റൽ തിയറി ഈസ് പ്രപ്പോസ്ഡ് ബൈ ഹണ്ട് ആൻഡ് മുള്ളിക്കൻ. ഹണ്ടും മുള്ളിക്കനും കൂടിയിട്ടാണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് എന്താണെന്ന് നോക്കാം. ഓഗസ്റ്റ് 2014 റൈറ്റ് ദ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളും ചോദിക്കണമെന്നില്ല, പക്ഷേ ഫുള്ളും പഠിച്ചിരിക്കണം. കാരണം നമുക്കറിയില്ല, ഒരു 6 പോസ്റ്റ്ലേറ്റ്സ് ഉണ്ട്. സോ 6 പോസ്റ്റ്ലേറ്റ്സ് ഞാൻ ചോദിക്കുമോ അതോ 5 എണ്ണം മതിയോ എന്നൊന്നും അറിയില്ല. അപ്പം എല്ലാം പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി ഫസ്റ്റത്തെ. In molecules, electrons are present in a new type of orbital called molecular orbital. Moleculesൽ ഇലക്ട്രോൺസ് ഒരു പുതിയ ടൈപ്പ് ഓഫ് ഓർബിറ്റലിലാണ് ഉണ്ടാവുക. അതിനെയാണ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് വിളിക്കുക. രണ്ടാമത്തെ പോയിന്റ്, മോളിക്കുലർ ഓർബിറ്റൽസ് ആർ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് നിയർലി ദ സെയിം എനർജി ആൻഡ് പ്രോപ്പർ സിമെട്രി. അപ്പം ഉണ്ടാവുന്ന മോളിക്കുലർ ഓർബിറ്റൽസ് എന്ന് പറയുന്നത് അറ്റോമിക് ഓർബിറ്റൽസ് കൂടി ഉണ്ടാവുന്നതാണ്. ആ അറ്റോമിക് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് നിയർലി സെയിം എനർജി പക്ക പറയാൻ പറ്റില്ല, പക്ഷെ നിയർലി സെയിം എനർജിയും പ്രോപ്പർ സിമിട്രി ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ അറ്റോമിക് ഓർബിറ്റൽസ് കൂടിയിട്ടാണ് മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാവുന്നത്. ഇനി മൂന്നാമത്തെ എന്താ നോക്കാം. ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ മോളിക്കുലർ ഓർബിറ്റൽസ് ബിലോങ് ടു ബോത്ത് ദി ആറ്റംസ് ആൻഡ് are known as polycentric, while the electrons present in atomic orbitals are monocentric, belong to only that atom. അപ്പോൾ മോളിക്കുലർ ഓർബിറ്റൽസിൽ ഉണ്ടാകുന്ന ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ 2 ആറ്റത്തിനും കൂടിയുള്ളതാണ്. അതിനെയാണ് പോളിസെൻട്രിക് എന്ന് വിളിക്കുക. പക്ഷേ അറ്റോമിക് ഓർബിറ്റൽസിൽ ഉണ്ടാകുന്ന ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് മോണോസെൻട്രിക് ആണ്. അതായത് ആ പെർട്ടിക്കുലർ ആറ്റത്തിന് മാത്രമായിട്ടുള്ളതാണ്. മോളിക്കുലർ ഓർബിറ്റൽസിൽ ഉണ്ടാവുന്നത് 2 ആറ്റത്തിനും വേണ്ടിയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ്. എന്നാൽ അറ്റോമിക് ഓർബിറ്റൽസിൽ ഉണ്ടാവുന്നത് ആ പെർട്ടിക്കുലർ ആറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രോൺ ആണ്. ഇനി അടുത്തത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, 4th പോയിന്റ്. നമ്പർ ഓഫ് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോംഡ് ഇസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് അണ്ടർഗോയിങ് കോമ്പിനേഷൻ. അപ്പോൾ എത്ര അറ്റോമിക് ഓർബിറ്റൽസ് കോമ്പിനേഷൻ അണ്ടർഗോ ചെയ്യുന്നുണ്ട്, എത്ര അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ടാണ് ആ മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാകുന്നത്, അതിന് ഈക്വൽ ആണ് നമ്പർ ഓഫ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത 5ാമത്തെ പോയിന്റ്, among the equal number of molecular orbitals formed, half are having energy lesser than the atomic orbital energy known as bonding molecular orbital and half are having energy greater than atomic orbitals known as anti-bonding molecular orbital. MO എന്ന് പറഞ്ഞാൽ മോളിക്കുലർ ഓർബിറ്റലിൻ്റെ ഷോർട്ട് ഫോം ആണ്, പക്ഷേ എക്സാമിന് എഴുതുമ്പോൾ ഫുള്ളായിട്ട് എഴുതാം കേട്ടോ. അപ്പോൾ എത്ര നമ്പർ ഓഫ് മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ അതിൽ തന്നെ പകുതി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലാണ്, പകുതി ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലാണ്. അപ്പോൾ എന്താണ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ? ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ അവർക്ക് അറ്റോമിക് ഓർബിറ്റൽസിനെക്കാട്ടും ലെസ്സർ എനർജി ആവും ഉണ്ടാവുക. ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ അറ്റോമിക് ഓർബിറ്റൽസിനെക്കാട്ടും ഗ്രേറ്റർ എനർജിയാണ് അവർക്ക് ഉണ്ടാവുക. ഓക്കെ, ഇനി 6ാമത്തെ പോയിന്റ്, ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ വേരിയസ് മോളിക്കുലർ ഓർബിറ്റൽസ് അക്കോർഡിംഗ് ടു അഫ്ബോ പ്രിൻസിപ്പിൾ, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആൻഡ് ഹൺസ് റൂൾ. അപ്പോൾ ഈ 3 പ്രിൻസിപ്പിൾസും റൂൾസൊക്കെ വെച്ചിട്ടാണ് ഇലക്ട്രോൺസ് ഓരോ മോളിക്കുലർ ഓർബിറ്റലിനും ഫില്ല് ചെയ്യണത്. ഇനി അടുത്ത ടോപ്പിക്, ടൈപ്സ് ഓഫ് മോളിക്കുലർ ഓർബിറ്റൽസ്. എത്രയൊക്കെ മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടെന്ന് നോക്കാം. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്കുലർ ഓർബിറ്റൽസ് വിച്ച് ആർ ഡെസിഗ്നേറ്റഡ് ആസ് സിഗ്മ MO ആൻഡ് പൈ MO. അപ്പോൾ പലതരത്തിലുള്ള മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ട്. അവർ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് സിഗ്മ MO എന്നും പൈ MO എന്നാണ്. MO എന്ന് പറഞ്ഞാൽ മോളിക്കുലർ. ഇഫ് 2 atomic orbitals combine along the internuclear axis, molecular orbital is formed known as sigma MO. അതായത് 2 atomic orbitals കമ്പൈൻ ചെയ്യണത് ഇന്റർന്യൂക്ലിയർ ആക്സിസിന് അലോങ് ആണെങ്കിൽ സിഗ്മ MO. അല്ല, 2 atomic orbitals combine side-wise or laterally, it is known as pi molecular orbital. 2 atomic orbitals കമ്പൈൻ ചെയ്യുന്നത് സൈഡ്-വൈസ് ഓവർലാപ്പിംഗ് ആണ്, അല്ലെങ്കിൽ സൈഡ് വൈസ് കമ്പൈനിങ് ആണ്, അല്ലെങ്കിൽ ലാറ്ററലി കമ്പൈനിങ് ആണെങ്കിൽ അത് പൈ മോളിക്കുലർ ഓർബിറ്റലാണ് ഉണ്ടാക്കുക. ഇനി അടുത്തത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ മെത്തേഡ്. അപ്പോൾ ഈ ടോപ്പിക് എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം കേട്ടോ. ടിൽ ദെൻ, താങ്ക് യു.